യെസ്. ഒരാളെല്ലാം അങ്ങനെ എഴുതിയുള്ളൂ. ആര്യ ഓക്കെ. ഓക്കെ മേഘ. ഓക്കെ സുസ്മിത. ഓക്കെ ആര്യ ഷാജി. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പൊ അത് സിമ്പിൾ ആണ്. ഒരെണ്ണം കൂടി വേറൊരു മോഡൽ പറയണം. നോബഡി, NOBODY, നോബഡി ഈസ് ഓക്കെ ഷാൻഡി മോൾ. Nobody is scolding, SCOLDING, scolding him, HIM, him. Nobody is, okay Binoy, correct. അടുത്ത സെന്റൻസ് ആണ്, nobody is scolding, SCOLDING, scolding him, HIM, him. ആരും അവനെ ശകാരിക്കുന്നില്ല. Nobody is scolding him. ഓക്കെ സുസ്മിത, അഞ്ജന. ഓക്കെ ആര്യ, ബിനോയ്. ഷഫീന ഓക്കെ, മേഘ ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, ഷഫീന മേഘ. യെസ്. ഓക്കെ ഷഹാന. യെസ്. ഇനി ആരെങ്കിലും?
യെസ്, അപ്പൊ ഞാൻ ആൻസർ വായിക്കാം. നോബഡി ഈസ് സ്കോൾഡിങ് ഹിം. ഹി ഈസ് നോട്ട് ബീയിങ് സ്കോൾഡഡ്. ഹി ഈസ് നോട്ട് ബീയിങ് സ്കോൾഡഡ്. ഓക്കെ ഓക്കെ. ഇനി വേറെ ഒന്ന്. ആറിന്റെ AREN apostrophe T. ആറിന്റെ they singing SING singing songs 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 now NOW. ഞാൻ ഒന്നുകൂടി പറയാം. ആറിന്റെ AREN apostrophe T. ആറിന്റെ they singing SING singing songs 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 now NOW. ആറിന്റെ they singing songs now. ആറിന്റെ they singing songs now. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, അതിനോടൊപ്പം ഇതിന് നെഗറ്റീവ് ആണ്. യെസ്. ചോദ്യമായില്ല ഷഹന, അത് ക്വസ്റ്റ്യൻ ആക്കരുത്. അതൊരു നെഗറ്റീവ് ആക്കിയില്ലേ സുസ്മിത? ആറ് മാത്രമല്ലല്ലോ. അപ്പൊ നോക്കിക്കേ, അതൊന്ന് റെഡിയാക്കിയാൽ ശരിയായി. ബിനോയ്, തന്നിരിക്കുന്ന വാചകം ഇതിപ്പോ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, അതൊരു ക്വസ്റ്റ്യനും കൂടിയായിരുന്നു. അപ്പൊ ആ രീതിയിലൊന്ന് ചിന്തിച്ച് സംഗതിയൊക്കെ അതിനകത്ത് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ ശരിയാവും. സംഗതിയൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ഒന്ന് അങ്ങോട്ട് കിടക്ക് മാറ്റിയിടണം മേക്ക. ഓക്കെ ഹരികൃഷ്ണ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അതിൻ്റെ അകത്ത് ആ സോങ് അവിടെ നിന്ന് മാറ്റുക, ഓബ്ജക്റ്റിലോട്ട് മാറ്റിയിടുക, അതുള്ളൂ.
ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ഒബ്ജക്റ്റ് എന്താണ് ഇതിൻ്റെ അകത്ത്? ഇപ്പൊ കറക്റ്റ് ആയി. അപ്പൊ അതിനകത്ത് 2 6 വന്നിട്ടുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യും. ആദ്യവും 6 വന്നു, അതിന്റെ ഇടയ്ക്ക് ഒരു 6 വന്നു. ഒരു 6 മതി. അത് നടുക്കത്തുള്ള ബീങ്ങിന്റെ ഇപ്പുറത്തുള്ള 6 നമുക്ക് കളയാം. സൂര്യ ആ ദേ എന്നുള്ളതോടൊന്ന് മാറ്റാം. ഓക്കെ, ഞാൻ ഈ ആൻസർ പറയാം. നോക്കിയേ, ആറിൻഡ് ദേ സിംഗിങ് സോങ്, ആറിൻഡ് ദേ സിംഗിങ് സോങ്. അപ്പൊ ഇത് നമുക്ക് വേറെ രീതിയിൽ ഇപ്പൊ ദേ ആർ നോട്ട് സിംഗിങ് സോങ് എന്നുള്ളതാണ്. ദേ ആർ നോട്ട് സിംഗിങ് സോങ് എന്നുള്ളത് 6 നോട്ടുകൾ ഒരുമിച്ചാക്കിയിട്ട് 6ന്റെ ആദ്യം പറഞ്ഞു, ആറിൻഡ് ദേ സിംഗിങ് സോങ് എന്നാണ്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ദേ ആർ നോട്ട് സിംഗിങ് സോങ് എന്ന് പറയുമ്പോൾ ദേ എന്നുള്ളത് ഒബ്ജക്റ്റ് ആയിട്ട് വരും? ഇല്ല. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ആറിൻഡ് ദേ സിംഗിങ് സോങ്, എന്ത് പാടുന്നു? സോങ്സ്, പാട്ട് പാടുന്നു. അപ്പൊ അതാണ് ഒബ്ജക്റ്റ്, സോങ്സ്. സോങ്സ് എഴുതി. ഇനി സോങ്സിന്റെ കൂടെ ഈ ആകുമ്പോൾ ഒരു 6 വരും. സോങ്സ് ആണ്, അപ്പൊ 6 വരും. സോങ്സ് ആർ. തന്നിരിക്കുന്നതിൽ 6ന്റെ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ നോട്ട് കൂടി ചേർക്കാം. സോങ്സ് ആർ നോട്ട്. അപ്പൊ ആർ പ്ലസ് നോട്ട് എന്നുള്ളത്, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പോലെ 6ന്റെ എന്ന് വേണമെങ്കിൽ എഴുതാം. സോങ്സ് ആറിൻഡ്, ആർ നോട്ട് എന്നുള്ളത് 6ന്റെ എന്നാക്കി. അപ്പൊ സോങ്സ് ആർ നോട്ട്. ഇനി ബീയിങ് എഴുതി. ഇനി സിംഗ്, പാടുക. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സിംഗ്, സാങ്, സങ് ആണ്. SUNG, സങ്. അപ്പൊ സോങ്സ് ആറിൻഡ് ബീയിങ് സങ്. ഇനി കംപ്ലീറ്റ് ആയിട്ടില്ല. നോക്കി, തന്നിരിക്കുന്ന വാചകത്തില് വെർബും നോട്ടും ആദ്യമായിരുന്നു. അപ്പൊ ഇതും അതുപോലെ തന്നെ ആക്കുക. ഈ ആർ നോട്ട് എന്നുള്ളത് ആദ്യം പറയാം. അപ്പൊ എന്ത് വരും? ആറിൻഡ് സോങ്സ് ബീയിങ് സങ് നൗ. അതാണ് കറക്റ്റ് ആൻസർ. ആറിൻഡ് ദ സോങ്സ് ബീയിങ് സങ് നൗ. ഇനി ഇതുപോലത്തെ വേറെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് റെഡിയാവും. നോക്കി, ഈസിന്റെ അടുത്തത് ISN apostrophe T, isn't anybody, 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 isn't anybody observing, OBSERVING, observing her, HER, her. Isn't anybody observing her? Isn't anybody observing her? പറയാം ജോബി മോൾ. Isn't, ISN apostrophe T, isn't anybody, ANYBODY. ഇത് പുതിയതാണ് ജോബി മോൾ. ഓക്കെ, isn't anybody, okay, isn't anybody observing her? Okay. Yes. Okay. Ready. Okay. Yes. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തായിരുന്നല്ലേ? ഓക്കെ. റെഡി. അപ്പൊ ഇനി പേന കുറച്ച് സമയത്തേക്ക് നിങ്ങൾ താഴെ വെച്ചു.
അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഞാനൊന്നുകൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് 3 എല്ലാ ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. ആ ടെൻസുകളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തില് ആ ടെൻസിന്റെ ഓരോ സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. യെസ്, ആ സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ അത് ഞാൻ ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞത് 6 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഈ 6 ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പറഞ്ഞത് ഈ 6 ടെൻസില് 4 ടെൻസിന്റെ പാസീവ് വോയിസ് എഴുതേണ്ടത് പറഞ്ഞു. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ്, സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ്, സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ്, ഇപ്പൊ ഏറ്റവും ഒടുവില് പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി അടുത്തതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഞാൻ വേറെ ചെറിയൊരു ആക്ടിവിറ്റി നിങ്ങളോട് പറയാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ആ ആക്ടിവിറ്റി നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, യെസ്, അതിന് ഒരാളുടെ സഹായം എനിക്ക് വേണം. ആരാണ് റെഡി ആയിട്ടുള്ളത്? Who is ready? ഓക്കെ, അതിപ്പോ ഞാനൊരാളുടെ പേര് പറയാം. സൂര്യ, ആർ യു റെഡി? Yes, sir. ഓക്കെ 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 ഓക്കെ. അപ്പൊ സൂര്യ കേൾക്കുക. സൂര്യ മാത്രമല്ല, എല്ലാവരും കേൾക്കുക, എല്ലാവരും പറയണം. അപ്പൊ സൂര്യ ഒരു ജോലിയുടെ ഇന്റർവ്യൂവിന് വേണ്ടി പോവുകയാണ്. അപ്പോ ഒരു അധ്യാപികയുടെ ഇന്റർവ്യൂ ആണെന്ന് വിചാരിക്കുക. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള അധ്യാപികയുടെ ഇന്റർവ്യൂ നടക്കുകയാണ്. അപ്പൊ നിങ്ങൾ ടെസ്റ്റ് എഴുതി നിങ്ങൾ പാസ്സായി. അത് കഴിഞ്ഞതിന് ശേഷം ആ ഇന്റർവ്യൂവിന് നിങ്ങൾ പോകുന്നു. ഇന്റർവ്യൂവിന്റെ നടക്കുന്ന റൂമിന്റെ ഫ്രണ്ടില് ഡോറിന്റെ അരികത്ത് നിങ്ങൾ നിൽക്കുകയാണ്. ഇനി അടുത്ത നമ്പർ വിളിക്കുന്നത് നിങ്ങളെയാണ്. അവിടെ മുതൽ നമ്മളൊന്ന് ഡെമോ ചെയ്യണം. അവിടെ മുതൽ നിങ്ങൾ അകത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്നു, വരാൻ പറയുന്നു, വരുന്നു, അവിടെ സീറ്റിലിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് ഫസ്റ്റ് ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിനുള്ള മറുപടി സൂര്യ പറയുന്നു. അത്രയും വരെയാണ് നമ്മളിപ്പോ പറയുന്നത്. സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ, വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എല്ലാവരും ഒന്ന് വിചാരിക്കട്ടെ. അത് കഴിഞ്ഞാൽ അടുത്ത ആൾ പറയണം. അപ്പൊ അതിന്റെ പേരിൽ സൂര്യ എന്താണ് ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പൊ സൂര്യ ഇപ്പൊ ഡോറിന്റെ അരികത്ത് നിൽക്കുകയാണ്. മേ കമിൻ സാർ എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് കയറുക. അപ്പൊ ഇന്റർവ്യൂ ബോർഡില് തൽക്കാലത്തേക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കുകയാണ്. കുറച്ചധികം പേര് അവിടെ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചു. യെസ്, ചോദിച്ചു. May I come in, sir? Yes, please come in. Thank you, sir. Can I sit here? ഓക്കെ 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 ഓക്കെ. അവിടെ അപ്പൊ ഇനി എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്. സൂര്യ വന്നു, മേ കമിൻ സാർ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ക്യാൻ ഐ സിറ്റ് ഹിയർ എന്ന് സൂര്യ ചോദിച്ചു. ഇനി സൂര്യ ഒന്ന് സ്റ്റോപ്പ് ചെയ്തോ. ബാക്കിയുള്ളവർ പറയാം. ഇത്രയും വരെ എത്തിയതിൽ എന്തെങ്കിലും അപാകത നിങ്ങൾ കണ്ടോ? എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ബാക്കിയുള്ളവർ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത്. യെസ്, ആ ഒരു സംഗതി അവിടെ വിട്ടുപോയി. കാരണം നിങ്ങൾ കയറി വന്നു കഴിയുമ്പോൾ അവിടെ ഇന്റർവ്യൂ ബോർഡില് കുറച്ച് യെസ്, അതല്ല ബിനോയ്, മിസ്സായിപ്പോയത് അതല്ല. സൂര്യനെ പറഞ്ഞു എന്താണ് ഒരു ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിങ്ങോ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത് ഒന്നും കൂടി നമ്മൾ ആരംഭിക്കുകയാണ്. മേ കമിൻ എന്ന് തുടങ്ങാം സൂര്യ. ഓക്കെ. May I come in, sir? യെസ്, കമിൻ. മനസ്സിൽ അത് തന്നെ വിചാരിച്ചിട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ, അപ്പൊ മേ കമിൻ സാർ വന്നു. യെസ്. Good afternoon, sir. Good afternoon. Please take your seat. Thank you, sir. Okay, very good, very good. Your name is Surya. Yes, sir. Please give a brief introduction about yourself. First of all, thank you for giving me this opportunity to introduce myself. Yes. Myself Surya.
I am coming Yes. from Pupavadi. I Yes. have husband and 2 babies. Yes. I have completed my PG in St. Peter's College, Kolanjeri. Yes. And after that, I have appointed as an accountant in Sevana Curry Powder Company. Yes. Then 6 months of experience, I have got a better job in Alpha Associates as an accountant. Yes. I am worked about 4.5 years in Alpha Associates. Yes. Then I resigned my job because I am carrying my first baby. Yes. Then I have to look after my babies for 3 years. Yes. Then a 3-year gap in my career. Yes. After that, I am searching for a good job to strengthen my financial ability and to enhance my skill. Yes. That's all about me, sir. That is all about me. Okay. Okay. അപ്പൊ സൂര്യ എന്നോട് ഞാൻ ചോദിച്ചപ്പോ please give a brief introduction about yourself എന്ന് പറഞ്ഞാൽ സൂര്യ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ ചോദ്യം ചോദിക്കുന്നത് മറ്റുള്ളവരോടാണ്. സൂര്യ പറയാൻ വിട്ടുപോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന പോയിന്റ് കൂടി അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയാം. എനിത്തിങ് മോർ? യെസ്. സൂര്യ വിട്ടുപോയി എന്ന് നിങ്ങൾ കരുതുന്ന ഇന്ന പോയിന്റുകൾ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. എന്റെ മക്കളെ നിങ്ങളൊന്ന് റിയാക്ട് ചെയ്യും. അങ്ങനെ 14 പേരല്ലേ ഉള്ളൂ. യു റിയാക്ട്. യെസ്. ആരെങ്കിലും? നോബഡി. ആരും പറയുന്നില്ല. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് സൂര്യയുടെ വഴക്ക് സമ്മതിക്കേണ്ട എന്ന് ചോദിച്ചിട്ടായിരിക്കും കേട്ടോ. യെസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് പറയാം. അപ്പോ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട ഒരു പോയിന്റ് സൂര്യ വിട്ടുപോയി എനിക്ക് തോന്നിയത് സൂര്യയുടെ ഒരു ഹോബി എൻ്റെ അടുത്ത് പറയാമായിരുന്നു. മൈ ഹോബീസ് ആർ എന്ന് പറഞ്ഞിട്ട് ആ ഹോബിനെ കുറിച്ച് പറയാമായിരുന്നു ഒരു പോയിന്റ്. ആ യെസ് 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 യെസ്. ഹോബിയെ കുറിച്ച് പറയാമായിരുന്നു. പിന്നെ ഓക്കെ ബിനോയ്, അവസരം തരാം. ഓക്കെ 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 ബിനോയ് തരാം. ഓക്കെ ഓക്കെ ഓക്കെ. ആ അപ്പോ അത് ഒരു പോയിന്റ് വിട്ടുപോയിട്ട് എനിക്ക് തോന്നി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം സൂര്യക്ക് വേണമെങ്കിൽ പറയാമോ? കുറച്ചുകൂടി അത് പറഞ്ഞു. അതായത് മൈ അംബിഷൻ ഇൻ ലൈഫ്, എൻ്റെ ഒരു ആഗ്രഹം ഇന്നതാണ് എന്നുള്ള മട്ടില് ജീവിതത്തിലുള്ള ഒരു കൺസെപ്റ്റ് അത് നമുക്ക് വേണമെങ്കിൽ ഒരു വരിയിൽ പറയാമായിരുന്നു. അപ്പൊ 2 കാര്യങ്ങൾ അതിനകത്ത് കൂടി ആഡ് ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ഒരു കുറവായിട്ട് വിചാരിക്കണ്ട. ഇപ്പൊ ആദ്യമായിട്ട് പറഞ്ഞപ്പോ ചിന്തിക്കാൻ അധികം സമയം കിട്ടാൻ സൂര്യ ഇത്രയും തന്നെ പറഞ്ഞത് യു ഡിസർവ് ദ കൺഗ്രാറ്റുലേഷൻ. അഭിനന്ദന അർഹിക്കുന്ന സംഗതിയാണ്. ഓക്കെ 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 ശരി. അപ്പൊ ഇനി അടുത്ത ആള് പറയുന്നതിനോട് മുമ്പ് ഞാൻ പറയണം. അപ്പൊ നമുക്ക് പറയാം. നിങ്ങളെ കുറിച്ച് പറയുക. അപ്പൊ നിങ്ങൾക്ക് പറയാം മൈ നെയിം ഈസ്, എന്റെ പേരിൻ്റെതാണ്. ഓക്കെ. ഇനി നിങ്ങളിപ്പോ കേരളത്തിന്റെ പുറത്തേക്കാണ് ഇന്റർവ്യൂ നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം കമ്മിങ് ഫ്രം കേരള എന്ന് പറയാം. അല്ലെങ്കിൽ കേരളത്തിന്റെ അകത്ത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജില്ല പറയാം. ഐ ആം കമ്മിങ് ഫ്രം എറണാകുളം ഡിസ്ട്രിക്ട്. ഇനി അതെല്ലാം നിങ്ങളുടെ പേര് വളരെ പ്രശസ്തമായ സ്ഥലമാണെങ്കിൽ ആ പേര് പറയാം. ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ദർ, അങ്ങനെ പറയാം. ഞാൻ ജനിച്ചതും വളർന്നതും അവിടെയാണ് എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി ഏറ്റവും ഉയർന്ന യോഗ്യത പറഞ്ഞാൽ മതി, ചെറിയ യോഗ്യത പറയണ്ട. അപ്പൊ നമുക്ക് പറയാം ഐ ഡിഡ് മൈ ഗ്രാജുവേഷൻ. അപ്പൊ ഐ ഡിഡ് മൈ ഗ്രാജുവേഷൻ ഇൻ ഏത് സബ്ജക്റ്റ് ആണ്? ബികോം, കോമേഴ്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ്. നിങ്ങളുടെ ഗ്രാജുവേഷനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. നിങ്ങളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പക്ഷേ ആ പ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ആം ദ സെക്കൻഡ് റാങ്ക് ഹോൾഡർ ഓഫ് ദി യൂണിവേഴ്സിറ്റി. നേരത്തെ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആൾക്ക് നിങ്ങളെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള ആ ഒരു കാര്യം പറഞ്ഞു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം അഡീഷണൽ ആയിട്ട് ഒരു പക്ഷേ കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റെന്തെങ്കിലും കോഴ്സുകൾ ഒരു പക്ഷേ നിങ്ങൾ പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാം. ഐ ഹാവ്
passed the computer diploma course, or I have the postgraduate diploma in computer application. അപ്പൊ അങ്ങനെ നിങ്ങളുടെ അഡീഷണൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ആ വന്ന ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയും. സാർ എനിക്ക് അഡീഷണൽ ആയിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ട് സാർ. DCA കോഴ്സ്, ഡേറ്റ എൻട്രി കോഴ്സ് ഞാൻ പാസ്സായിട്ടുണ്ട്. ഓക്കെ ബിനോയ്, അത് മനസ്സിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ചാൻസ് വരുമല്ല അടുത്തതിൽ ബിനോയ് പറയുമ്പോൾ അതൊക്കെ റെഡി ആയിട്ട് പറയാം. ഈ പറയുന്നത് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോ ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അത് നമ്മൾ എങ്ങനെ പറയോ? ഇപ്പൊ ഐ ആം ഡൂയിങ് എന്ന് പറഞ്ഞാൽ ഓക്കെ അതിനകത്തോട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യ പിടിക്കണം, അടുത്ത അത് അങ്ങോട്ട് വരും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം സൂര്യ കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഐ ഹാവ് 2 years എക്സ്പീരിയൻസ്. മതിയോ? ഉള്ളത് മതി. യെസ്, ഐ ഹാവ് 2 years എക്സ്പീരിയൻസ്. എനിക്ക് 2 വർഷത്തെ പരിചയം, 2 years എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ്. 2 വർഷം എനിക്ക് ടീച്ചറായിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചിങ്ങിനുള്ള പരിചയമുണ്ട്. എന്നിട്ട് നമ്മൾ പറയും കറന്റ്ലി കേട്ടോ, ഐ ആം എന്താണ് ചെയ്യുന്നത് പറയാം. കറന്റ്ലി ഐ ആം സ്റ്റഡിങ് ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. അല്ല, കറന്റ്ലി ഐ ആം വർക്കിംഗ് ആസ് എൻ അക്കൗണ്ടന്റ് ഇൻ അനദർ ഫീൽഡ്. അപ്പൊ എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് കറന്റ്ലി വാട്ട് ഡൂയിങ് അത് നമുക്ക് പറയാം. യെസ്, ഇനി വാട്ട് വാസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ് അത് പറയാം. നിങ്ങൾ അംബിഷൻ എന്തായിരുന്നു അത് പറയാം. മൈ അംബിഷൻ വാസ് ടു ബിക്കം എ ടീച്ചർ ഇൻ മൈ ലൈഫ്. യെസ്, ഒരു വരിയിൽ അത് പറഞ്ഞു. ഓക്കെ, മൈ ഹോബീസ് ഇൻക്ലൂഡ്, എന്റെ ഹോബി ഇന്നതൊക്കെയാണ്, അത് ഹോബി പറയും. അപ്പോൾ എല്ലാ പോയിന്റുകളും കുറച്ചുകൂടി ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സൂര്യക്ക് ഒരു ചാൻസ് കൂടി തരികയാണ്. ഇനി സൂര്യ അവിടെ ഇരുന്നുകൊണ്ട് ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞാൽ മതി. കമ്മിങ് അത് നമ്മൾ അവസാനിപ്പിക്കും. അത് വേണ്ടെന്ന് വെച്ചു. ഞാൻ ചോദിക്കുന്നു, സൂര്യോട് ചോദിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ സംഗതികളൊക്കെ നിങ്ങൾ വരുത്തിക്കും കേട്ടോ. യുവർ നെയിം ഈസ് സൂര്യ. Yes, sir. Surya, you please give a brief introduction about yourself. Okay, thank you, sir, for giving this opportunity to introduce myself. Myself, Surya. I am coming from Ernakulam. I have husband and my 2 babies. Yes. I have completed my post-graduation in St. Peter's College, Kolanjeri. And then I am worked as an accountant in Sevana. Yes. After 6 months of experience, I have worked as an accountant in Alpha Associates. Yes. Then I have 4.5 years experience in account field. Yes. After that, I am carrying my first baby. I resigned this job. Yes. So there is a 3-year gap in my career. Yes. And currently, I am studying hospital administration course. Yes. My ambition in my life is to become as an accountant and to in a better field. Yes. My hobbies are cooking, gardening. That's all about me, sir. Okay. ഇപ്പോ സൂര്യ കുറച്ചുകൂടി വളരെ പെർഫെക്റ്റ്. ഓക്കെ, ആ പോയിന്റുകളെല്ലാം കറക്റ്റ് ആയിട്ട് വന്നു. വെരി ഗുഡ്. ഓക്കെ. യെസ്, ഇനി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സൂര്യയുടെ പ്രകടനത്തെ കുറിച്ച്, ഇന്റർവ്യൂ ബോർഡിലെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അഞ്ജന നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്, ഓക്കെ. മേഘ, സുസ്മിത, ഓക്കെ. യെസ്, ഓക്കെ. ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു വലിയൊരു ചാൻസ് ആണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പറയാൻ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവരുടെ മുന്നിൽ നിങ്ങളെ വെളിപ്പെടുത്താൻ കിട്ടുന്ന ചാൻസ് ആണ്. അപ്പൊ അത് വളരെ ഫലവത്തായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ബിനോയ് നമ്മുടെ കുറെ നേരമായിട്ട് അടുത്തത് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ചെറുത് പൊട്ടിക്കുകയാണ്. അപ്പൊ ബിനോയ്ക്ക് നമുക്ക് നെക്സ്റ്റ് ചാൻസ് കൊടുക്കാം. ബിനോയ്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഓക്കെ ബിനോയ്, അപ്പൊ എവിടെ നിന്ന് വരുന്നു? ഡോറിന്റെ അടുത്തുനിന്ന് വരുന്നു. അവിടെ തുടങ്ങി നമുക്ക് ആരംഭിക്കാം. ഓക്കെ. May I come in, sir? Yes, come in. Yes. Can I sit, sir? Yes. അവിടെ ഇരിക്കുന്നത് ഒരു മിനിറ്റ്. ബിനോയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു കയ്യബദ്ധം പറ്റുമോ? കയ്യിൽ നിന്ന് എന്തെങ്കിലും വിട്ടുപോയോ? സാർ, ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗുഡ് മോർണിംഗ് പറയണത്. ഇരുന്ന് കഴിഞ്ഞിട്ട് ചിലവർ ഗുഡ് മോർണിംഗ് പറയും.
വിഷ് അത് ഇരുന്ന് കഴിഞ്ഞിട്ട് പറയണ്ട, വരുമ്പോ കാണുമ്പോഴാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇരുന്ന് കഴിഞ്ഞ് ഇരിക്കാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ല, പറയാതെ കയറി ഇരിക്കരുത്. അപ്പൊ അത് നമ്മുടെ ഒരു പൊളൈറ്റ്നെസ് കുറവാണെന്ന് വിചാരിക്കും. അല്ല ഞാൻ ചോദിച്ചത് can I sit sir എന്ന് ചോദിച്ചല്ലോ. യെസ്, അത് ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്ന ആളല്ലേ ചോദിക്കേണ്ടത്. ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളെ പറയും പ്ലീസ് ബി സീറ്റഡ് കേട്ടാ. അപ്പൊ നേരത്തെ സൂര്യ പറഞ്ഞിട്ടില്ലേ, സൂര്യ വന്നു ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ അവിടെ പറയും പ്ലീസ് ബി സീറ്റഡ് അല്ലെങ്കിൽ പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഓക്കെ, അപ്പൊ ആ രീതി. അപ്പൊ അന്നേരമാണ് നമ്മൾ കുറച്ചും കൂടി പൊളൈറ്റ് ആയ അല്ലെങ്കിൽ നമ്മളൊരു കൾച്ചേർഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇരുന്നിട്ട് ഗുഡ് മോർണിംഗ് പറയണ്ട, നമ്മൾ നിന്ന് അവരുടെ മുന്നിൽ വരുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത് വരാം. ഓക്കെ, ആ പാട്ടൊക്കെ തിരുത്തിയിട്ട് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. ഓക്കെ, യുവർ നെയിം ഈസ് ബിനോയ്. യെസ് സർ. Binoy, please give a brief introduction about yourself. Okay. My name is Binoy BM. I am coming from Neamam. My father, my mother, my sister in my house. Yes. I have a graduate student. I have passed 2021. Yes. My college is Government Arts and Science College, Kolattur. Yes. My hobbies is playing cricket and acting. Yes. And dancing. Yes. My father's job is coolie worker. My mother is housewife. Yes. My sister studying 12th standard in Karamana. Yes. Then I doing hospital administration course. Yes. That's all, sir. Okay, that is all about myself. Okay, അപ്പൊ ബിനോയ് അത്രയും പറഞ്ഞു. ഇനി ഞാൻ മറ്റുള്ളവരോട് ചോദിക്കുന്നത്, ബിനോയ് വിട്ടുപോയ നിങ്ങൾ പോയിട്ടുണ്ട്? ബിനോയുടെ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞില്ല ആരും. ബിനോയുടെ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് നിങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞില്ല. ഓക്കെ, പിന്നെ my additional qualification is DC and data entry. ഓക്കെ ബിനോയ് തരാം. ഇനിയും പറയട്ടെ, ബാക്കി ഒരുമിച്ച് നമുക്ക് ചെയ്യാം. അപ്പോ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞില്ല. പിന്നെ ബിനോയുടെ ഒരു അംബിഷൻ പറഞ്ഞില്ല, ഒരു ആഗ്രഹം പറഞ്ഞില്ല. വാട്ട് ഈസ് മൈ അംബിഷൻ ഇൻ യുവർ ലൈഫ്? അതൊരു ഇൻസ്പിറേഷൻ. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആണ്. ഇവരെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബിനോയ്, യു ആർ ഒബ്സർവ്ഡ് ബൈ ഓൾ ദ അതർ സ്റ്റുഡൻസ്. നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വേണം, നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഓക്കെ. യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഒരു അംബിഷൻ പറയാൻ പറ്റും, അത് കുഴപ്പമില്ല. ടെൻഷൻ അടിക്കുമ്പോൾ വിട്ടുപോണതാണ്. അപ്പൊ അത് ഇതിപ്പോ നമുക്ക് പരിചയമാവും. 1-2 പ്രാവശ്യം കഴിയുമ്പോൾ പരിചയമാവും. അപ്പൊ അത് ഓക്കെ. ടെൻഷൻ അടിച്ചപ്പോൾ വിട്ടുപോയതാണ്, നമ്മൾ നെഗ്ലക്ട് ചെയ്തു. ഓക്കെ, അംബിഷൻ വിട്ടുപോയി. പിന്നെ അഡീഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയാനായിട്ട് വിട്ടുപോയി. കാരണം വീണ്ടും ഒരിക്കലും ഒരു ചാൻസ് നമുക്ക് റിയൽ ഇന്റർവ്യൂവിൽ കിട്ടില്ല. നമ്മളെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ അവതരിപ്പിക്കണം. ആ ഇൻട്രൊഡക്ഷൻ കേട്ട് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ചെയർമാന് തോന്നണം ബാക്കിയുള്ളവരെയൊക്കെ പറഞ്ഞു വിട്ടേക്ക് ഈ കുട്ടീനെ മതി, ഈ നമുക്ക് അപ്പോയിന്റ് ചെയ്താൽ മതി എന്ന് പറയണം. യെസ്, അതുപോലെ വെൽ സെറ്റിൽഡ് ആയിരിക്കണം നമ്മുടെ ഇൻട്രൊഡക്ഷൻ നമ്മളെ കുറിച്ചാണ് എത്തേണ്ടത്. ഓക്കെ, വെൽ പ്രിപ്പയർഡ്. ഓക്കെ. അപ്പൊ ബിനോയ് കഴിഞ്ഞു. ഇനി അടുത്ത ആരാണ്? യെസ്, അഞ്ജന, ആർ യു റെഡി? Anjana, are you ready? Okay. Okay, ready, Anjana. Susmita.
Yes, sir. അത് ഇതേ ചമ്മയൊന്നും വേണ്ടല്ല. നിങ്ങൾ ധൈര്യമായിട്ട് മനസ്സിനാദ്യം റിലാക്സ് ചെയ്യുക. റിലാക്സ് മനസ്സിൽ പറഞ്ഞാൽ റിലാക്സ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഫയലുമായിട്ട് ഒക്കെയാണ് ടെസ്റ്റ് കഴിഞ്ഞു, ടെസ്റ്റിൽ പാസ്സായ ആളാണ്. അപ്പൊ ഇവർ ക്വാളിഫൈഡ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് കൂടി കഴിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് യു ആർ നിയർ ബൈ ദ ഡോറിന്റെ അടുത്തൊക്കെയാണ്. അടുത്ത ആള് നിങ്ങളാണ്. യെസ്, May I come in, sir? യെസ് കമ്മിങ്. Thank you, sir. Good afternoon, sir. Good afternoon. Please take your seat. Okay, thank you, sir. Your name is Susmita. Yes, sir. Please say something about yourself. My name is Susmita, coming from Payyanur in Kannur district. I have a husband and 2 children, and I did my graduation in BSc Statistics, Yes. and I finished my diploma in accounting. Yes. I have no job experience yet. Yes. My ambition is a nice job, to get a nice job. Yes. That's awesome. That is all. Okay. That is all about myself. Okay, Susmita. My hobbies ഞാനത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നു. ഇങ്ങോട്ട് പോയില്ല. my hobbies are dancing, cooking. Okay, that's it. ഓക്കെ. എന്തെങ്കിലും റിമാർക്കബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ജീവിതത്തിൽ നേടിയ ഒരാളാണെങ്കിൽ അതിനെ കുറിച്ച് പറയാം. വല്ല അവാർഡുകളോ അല്ലെങ്കിൽ അതേപോലെയുള്ള വേറെ എന്തെങ്കിലും ഒരു നോട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാം. Not yet, sir. Yes. Okay. Yes. Okay. That is all about myself. Very good. Okay. Thank you, Yes. sir. Okay, very good. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു സുസ്മിയുടെ പെർഫോമൻസ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? How did she perform? Okay. സൂര്യ പറഞ്ഞിട്ടുണ്ട്, മേഘ പറഞ്ഞിട്ടുണ്ട്, ശ്രീകാല പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് പെർഫോമൻസ്. ഓക്കെ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് പറയാം മൈ നെയിം ഈസ് ആരാണെന്ന് പറയാം. എന്റെ പേര് പറഞ്ഞു. ഐ വാസ് ബ്രോൺ ആൻഡ് ബ്രോട്ട് അപ്പ്. ഓക്കെ സുസ്മിത, I was born and brought up. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്ഥലം പറയാം. ഇനി ഇപ്പൊ നമുക്ക് നമ്മളിപ്പോ എറണാകുളം ജില്ലയില് വേറെ ഏതെങ്കിലും സ്ഥലം ഒന്ന് ജനിച്ചത്. അപ്പൊ ഐ വാസ് ബോൺ അറ്റ് പറവൂർ ഇൻ എറണാകുളം ഡിസ്ട്രിക്ട്. അങ്ങനെ പറയാം. ചെറിയ സ്ഥലത്തിന്റെ നേരെ കൂടെ അറ്റുവെക്കും. ഇനി അധികം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഐ ഡിഡ് മൈ സ്കൂളിംഗ്. എന്റെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ഐ ഡിഡ് മൈ സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തിന്റെ പേര് അങ്ങോട്ട് പറയാം. ഗ്രാജുവേഷൻ എവിടെയുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാം. അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാം. ഇനി വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. ആ വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷം കറന്റിൽ എന്താണ് ചെയ്യുന്നത് അതിനെ കുറിച്ചുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് പറയാം. മൈ അംബിഷൻ ഇൻ മൈ ലൈഫ് എന്താണ്, അത് കഴിയാവുന്ന നമുക്ക് പോകുന്ന ജോലിയുമായിട്ട് കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള അംബിഷനാണ് പറഞ്ഞേക്കുക. വാട്ട് എവർ ഇറ്റ് മേ ബി, കാരണം അതിനോട് ചേർന്നതാണ് പൊക്കോട്ടെ. യെസ്, മൈ ഹോബീസ് അതും പറയാം. ഓക്കെ. അഞ്ജന, ഐ തിങ്ക് ദാറ്റ് യു ആർ റെഡി. Yes, sir. Okay. Appo Anjana, you are standing nearby the door and you are the next candidate to be interviewed and your roll number is called. Your roll number is okay. May I come in, sir? Yes, come in. Thank you, sir. Good afternoon, sir. Good afternoon. Please take your seat. Thank you, sir. Your name is Anjana. Yes, I am. Anjana, you please give an introduction about yourself. I am Anjana Manoj. I am from Kodamangalam in Ernakulam district. Yes.
I am a degree graduate in BA Economics from MA College, Kodamangalam. Yes. And I studied 6-month course about banking. And recently Yes. I am studying in hospital administration. Yes. My hobbies are dancing, drawing, and crafting, etc. Yes. My ambition is to become a good കിട്ടുന്നില്ല ആരായ ആഗ്രഹം? എന്തോ ആരാവാനാണ് ആഗ്രഹം? My ambition is to become a good personality and serving so many people with my knowledge. ആ, That's all about myself, sir. that is all about myself. Okay, okay, okay. അഞ്ജന മനോജ് പറഞ്ഞതില് എന്തെങ്കിലും വിട്ടുപോയ പോയിന്റ് ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയോ? Any point she missed? Any point that she missed? ഇല്ല. Okay. How was her performance? Yes. Very good. Very good. Okay. 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 ലാസ്റ്റ് ആയപ്പോ ഇത് ചെറിയൊരു തപ്പിൽ വന്നു നല്ല ഉള്ളൂ. ബാക്കിയൊക്കെ കറക്റ്റ് ആയിരുന്നു. അതിപ്പോ നമ്മളിപ്പോ പെട്ടെന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അത് കുഴപ്പമൊന്നുമില്ല. വെരി ഗുഡ്. നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഓക്കെ. 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 ഇനി അടുത്തത്. താങ്ക് യു. ഓക്കെ. 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 അടുത്തത് മേഘ. Yes, sir. Yes. Okay. Okay. I think that ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. You know everything and you are standing nearby the door and you are the next candidate to be interviewed by the board. Okay, your roll number is 4. Yes, come. Sir, I am coming. Yes, Can you? please come. Good afternoon, sir. Good afternoon. It's 8:06. Thank you, sir. Your name is Megha. Yes, sir. Megha, you please give an introduction about the base. My name is Megha. I am from Mangala in Malappuram district. I am completed my graduation in St. Mary's College, Mundur. I am a classical dancer. I love classical dance. Recently, I am studying the hospital administration course. Yes. My ambition is getting a good job. Yes. My hobbies are dancing, gardening. I like classical dance so much. That's all, sir. Okay. 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 അപ്പോ മേഘ പറഞ്ഞു കഴിഞ്ഞു. How was Megha's performance? Yes. Okay. 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 നിങ്ങളെല്ലാവരും എന്താ പറയാ മിടുക്കികളാണ്. ഓക്കെ. 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 മിടുക്കികളും മിടുക്കന്മാരുമാണ്. ഓക്കെ. കറക്റ്റ് ആയിട്ട് പറയാനായിട്ടൊക്കെ നിങ്ങളത് ചെയ്യുന്നു. പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട്. ഓക്കെ. 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 മെഹ ഗുഡ് പെർഫോമൻസ്. ഓക്കെ. 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 യെസ്. Thank you, ഇനി sir. ഓക്കെ. ഓക്കെ. അടുത്തത് ആര്യ. ആര്യ. യെസ്. ആര്യയില്ല. ദെൻ ഒരു ആര്യ കൃഷ്ണ ഉണ്ടായിരുന്നില്ല. ആര്യ കൃഷ്ണ. യെസ്. ഇതിലുള്ളവരെല്ലാരും പറഞ്ഞു സാർ. ഇനി വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ. 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 ഷഫീന. ഇല്ലല്ലോ സാർ. ഇല്ല. ഷഹാന. ഉണ്ട്. ഓക്കെ. ഷഹാന.
ആൻഡ് ഇനിയിപ്പോ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോ മേ കമിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ആരംഭിക്കാം. ഓക്കെ. May I come in, sir? യെസ്, കമിൻ. Thank you. Can I sit here, please? ചോദിക്കില്ലേ? ഗുഡ് മോർണിംഗ്. ഷഹയുടെ കയ്യിൽ നിന്ന് പോയി. കാരണം ചോദിക്കേണ്ട, പറഞ്ഞോളൂ പിടിക്കാനായിട്ട്. ഓക്കെ 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 യെസ്. ആ, അത് കുഴപ്പമില്ല. കാരണം ഇതിന് ടെൻഷൻ അടിച്ചിട്ടാണത്. നമ്മളിത് പറയാൻ പോകും. ഒന്നുകൂടെ start ചെയ്യാം. ഒന്നും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയട്ടെ, റിലാക്സ് ചെയ്യും. മനസ്സിനകത്ത് റിലാക്സ് ചെയ്യും. ടെൻഷൻ അടിച്ച് റിലാക്സ് എന്ന് പറയും. മനസ്സ് റിലാക്സ് ചെയ്യും. അപ്പൊ ഇതേപോലെ ഇപ്പൊ നമ്മളൊരു മോഡൽ ഇന്റർവ്യൂ നടത്തിയിട്ട് ടെൻഷൻ അടിക്കുമ്പോൾ ഒറിജിനൽ ഇന്റർവ്യൂവിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോഴെന്തായിരിക്കും? അപ്പൊ അതുകൊണ്ട് നമുക്ക് ടെൻഷനേ വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ് us restart. May I Yes. come, sir? Yes, come in. Thank you. Good morning, sir. Sorry, Good good morning. എന്താണെങ്കിലും ആയിക്കോട്ടെ. എന്താണ് പറഞ്ഞിട്ട് നമ്മളിപ്പോ പരിപാടി എടുക്കുന്ന രാവിലെ വിചാരിച്ചു. വാട്ടർ ഇറ്റ് മേ ബി, നോ പ്രോബ്ലം. ഓക്കെ, please take your seat. Thank you, sir. Okay. Your name is Shahana. Yes, I am Shahana. Okay, Megha. Shahana, please give an introduction about yourself. Yes, sir. Yes. I am Shahana, coming from Vadagara. I have 2 children and a husband. I have completed engineering diploma in medical electronics with first class and distinction. Yes. Then I trained in Kannur NHM. Under Yes. Kannur NHM, 6 months. Yes. Then next I trained in a cooperative hospital, Vadagara, 3 months. Yes. Then currently I study in hospital administration. Yes. My ambition is a biomedical engineer. Yes. My hobbies are time spent with my families Yes. and cooking. Thank you, sir. That's all. That is all about myself. No, അങ്ങനെ ലാസ്റ്റ് പറയാം. That is all about myself. Okay. Shahana, very good, very good, very good. Okay, 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 okay. How was her performance? Okay, 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 okay. നന്നായിരുന്നു. Okay, okay. സൂര്യ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. Okay, 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 okay. Yes. Okay. Next is Anup Kumar. Anup Kumar. Yes. Anup Kumar അല്ല. Okay. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഇരിക്കുന്നതിൽ ആരാ ഉള്ളത്? റെഡി ആയിട്ടുള്ളത്? പറയാത്തവരായിട്ട് എല്ലാരും പറഞ്ഞു. എല്ലാവരും പറഞ്ഞു. എല്ലാരും പറഞ്ഞുകൊണ്ട. അല്ല, ജസ്റ്റിൻ ഉണ്ട്. ജസ്റ്റിൻ ഇല്ല സർ. അപ്പൊ ജസ്റ്റിൻ ഇല്ല. ഓക്കെ 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 ഓക്കെ. അപ്പോ നിങ്ങളുടെ പ്രകടനം വളരെ നന്നായിരുന്നു. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇത് എപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇത് ഇപ്പൊ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എടുത്ത് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കുക, നിങ്ങളെ കുറിച്ച് ക്ലീൻ ആയിട്ട്. കാരണം അത് കേട്ട് കഴിയുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ കുറിച്ച് ഒരു മതിപ്പ് തോന്നണം. അതുപോലെ ഒരു നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങളെ കുറിച്ച്, നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എവിടെയാണ് പഠിച്ചത്, എത്ര നിങ്ങൾക്ക് റിമാർക്കബിൾ ആയ പ്രോഗ്രസ് ഉണ്ടോ, അത് ഉണ്ടെങ്കിൽ ഏതാണ്, നിങ്ങളുടെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് എനിക്ക് ജീവിതത്തിൽ ആയിത്തീരാനുള്ള ആഗ്രഹം, എന്റെ ആഗ്രഹം എന്താണ്, അതിനോടൊപ്പം തന്നെ എനിക്ക് അംബിഷൻ, അതിനോടൊപ്പം തന്നെ എന്റെ ഹോബീസ്,
അങ്ങനെ കണക്ട് ചെയ്യാവുന്ന രീതിയിൽ അല്ലെങ്കിൽ കണക്ട് ചെയ്തൊരു ഓർഡറിൽ ഒരു സംഗതി നിങ്ങളൊന്ന് എഴുതി ഉണ്ടാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് തുടക്കത്തിൽ തന്നെ നിങ്ങൾ അതൊന്ന് അവതരിപ്പിക്കാം. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞതിൽ വന്ന അപാകതകളൊക്കെ പരിഹരിച്ച് വളരെ കൃത്യമായിട്ടും നീറ്റായിട്ടും ഇത് ഒറിജിനലായിട്ട് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയാണെങ്കിൽ എങ്ങനെ പറയേണ്ടി വരുമോ അത് ആ രീതിയിൽ ചെയ്യാം. ഇനി ഇത് തന്നെ നിങ്ങൾ ഒരു വേറെ കാര്യമുണ്ട്, നിങ്ങളുടെ മക്കളെ അതുകൂടി പറഞ്ഞു മനസ്സിലാക്കണം. അവർക്കും എവിടെയെങ്കിലും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ അവരുടെ ക്ലാസ്സിലോ എവിടെയെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അവരെയും അതിന് റെഡിയാക്കി നിർത്തുക. അപ്പൊ അവരുടെ പേര് പറയുന്നു, അവരുടെ അച്ഛൻ്റെ അമ്മയുടെ പേര് പറയുന്നു, സഹോദരിമാരുടെ അവരെ കുറിച്ച് പറയുന്നു, എന്താണ് ജീവിതത്തിൽ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നു. വേണ്ട, അവരെയും അതിനൊന്ന് റെഡിയാക്കുക. അപ്പൊ നിങ്ങളും സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യാൻ, അതിനോടൊപ്പം തന്നെ മേക്ക് യുവർ ചിൽഡ്രൻ ആൾസോ കേപ്പബിൾ ഫോർ ഇൻട്രൊഡ്യൂസിങ് ദംസെൽവ്സ്. അവർക്ക് അവരെ തന്നെ പരിചയപ്പെടുത്താനായിട്ടുള്ള ആ ഒരു ഐഡിയ കൂടി പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ഇതൊന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരിക. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, till then, Thank you, sir. Thank you, sir. Thank you, sir. Okay. Bye, sir. Bye, sir. സാറ് പോയോ? സാറ് പോയായിരുന്നോ? ഹലോ.